വെൽക്കം ടു ലെജൻസ്. നമുക്ക് കോട്ടന്റെ ചുരിദാർ മെറ്റീരിയലാണ്, പ്രീമിയം കളക്ഷൻ വരുന്ന കോട്ടൺ ആട്ടോ. സോറി, അപ്പോൾ പ്യുവർ കോട്ടണിൽ പ്രീമിയം കളക്ഷനുള്ള ഐറ്റം ആണ്. അപ്പോൾ ഇത് നമുക്ക് ആ ഒരു മൊഡാലിലൊക്കെ വന്നിരുന്ന സെയിം പ്രിന്റ് തന്നെയാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ ഐറ്റം ആണ്. അപ്പോൾ ഇത് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക് ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. കോട്ടൺ ആയതുകൊണ്ട് വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ല, ജസ്റ്റ് ഷാമ്പു വാഷ് മാത്രമേ ചെയ്യാവുള്ളൂ. കാരണം നമ്മുടെ പ്രീമിയം ആ ഒരു ഐറ്റം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഡിസൈൻ നമുക്ക് ആ ഒരു ആപ്ലിക്കും കളർ കോമ്പിനേഷനും ഒക്കെ ഭയങ്കര ഗ്രാൻഡ് ലുക്കിലാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ആ ഒരു ബോർഡർ കാണാൻ നല്ല രസമാണ്. ശരിക്കും പെട്ടെന്ന് കാണുമ്പോൾ മൊഡാൽ പോലെ തന്നെ ഇരിക്കും കേട്ടോ. കാരണം മൊഡാലിൽ നമ്മൾ ആ ഒരു ഡിസൈൻ എപ്പോഴും കണ്ടിട്ടുള്ളതുകൊണ്ടായിരിക്കും പെട്ടെന്ന് നമുക്ക് ആ മൊഡാലിൻ്റെ ഫീൽ തന്നെയാണ് തോന്നിക്കുന്നത്. പിന്നെ ആ ഹൈ ക്വാളിറ്റി കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ നല്ല സ്മൂത്ത് ഫിനിഷ് ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്കങ്ങനെ ഫീൽ ചെയ്യത്തില്ല, അതിൻ്റെ കനമൊന്നും ഫീൽ ചെയ്യത്തില്ല. ആപ്ലിക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. നല്ല വലിപ്പമുള്ള ഐറ്റം കേട്ടോ. പിന്നെ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇതുപോലെ ഒരു ലീഫിൻ്റെ ഡിസൈനാണ് പോയേക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, വാഷ് ചെയ്യുന്നത് കുഴപ്പമില്ല, ജസ്റ്റ് ഷാമ്പു വാഷ് മുക്കി എടുത്താൽ. എല്ലാവർക്കും ചിലർക്കൊരിതുണ്ട്, കൂടിയ കോട്ടൺ ആകുമ്പം കളർ പോവില്ല എന്ന്. പക്ഷേ ഇത് കൂടിയ കോട്ടൺ ആകുമ്പോൾ തന്നെ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. കാരണം മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. ഒറിജിനൽ കോട്ടൺ ത്രെഡ് യൂസ് ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേനും സെപ്പറേറ്റ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ ഒന്ന് ഡ്രൈ വാഷ് ചെയ്യുന്നത് നന്നായിരിക്കും. ആ ഒരു കൂടിയ കോട്ടൺ ആകുമ്പോൾ ആട്ടോ നമ്മൾ കുറച്ചൊക്കെ കെയർ ആയിട്ട് യൂസ് ചെയ്യേണ്ടത്. റഫായിട്ട് യൂസ് ചെയ്യാൻ, കുറഞ്ഞ ഐറ്റംസിന് റഫായിട്ട് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. കൂടിയതാകുമ്പോഴത്തേനും പ്രീമിയം കളക്ഷൻ വരുന്ന രീതിയിൽ ടസറൊക്കെ യൂസ് ചെയ്യുന്നത് ഇച്ചിരി കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്താൽ ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. കാഴ്ചയ്ക്കുള്ള ഭംഗിയും കുറയായിരിക്കും. അതുകൊണ്ടാട്ടോ നമ്മൾ എടുത്ത് പറയുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് ആപ്ലിക്കിൻ്റെ ഡിസൈൻ പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഫിനിഷിംഗ് ആണ് ചെയ്തേക്കുന്നത്. നല്ല തിക്കായിട്ട് ആപ്ലിക് ഡിസൈൻ കൊടുത്തിട്ട് അതിൻ്റെ സൈഡിൽ കൂടെ ബോർഡറിൽ കാന്ത ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്ന ആ ഒരു ബ്ലാക്കിൻ്റെ ഫിനിഷ് ആട്ടോ. ഭയങ്കര ബ്ലാക്ക് അല്ല, ഇതിൻ്റെ ഈ ഒരു ബ്രൗൺ മിക്സ് ആയിട്ടുള്ള ബ്ലാക്ക് കളർ. പ്യുവർ കോട്ടൺ വരുമ്പോഴത്തേനും ആ ഒരു രീതിയിലെ കളറിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അത് ബോട്ടം ആ സെയിം പ്യുവർ കോട്ടൺ ഫാബ്രിക്കാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് M772, റേറ്റ് 1650, 165. ഇതിൽ 2 ഷെയ്ഡ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. രണ്ടാമത്തെ കളർ അടിപൊളിയാട്ടോ, നല്ല കളർ കോമ്പിനേഷനാണ്. ഈ 2 ഷെയ്ഡ്സാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ഒരു ടൈപ്പിൽ അജ്രക്കിൻ്റെ പാറ്റേണിൽ കൂടിയ ഐറ്റത്തിൽ മൂവ് ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 2 ഷെയ്ഡ് മാത്രം എടുത്തിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. ഇത് കോട്ടൻ്റെ ലുക്കാട്ടോ, സിൽക്ക് ഫീലൊന്നും അല്ല, നോർമൽ കോട്ടൺ ഫാബ്രിക്കിൻ്റെ ഫീലാണ്. ഇത് നമുക്ക് സ്ഥിരം കോട്ടൺ തന്നെ ഉപയോഗിക്കുന്നവർക്കറിയാം അതിൻ്റെ ക്വാളിറ്റി, നമുക്ക് ആ ഇടുമ്പോഴുള്ള സുഖം എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഒരു ലുക്ക് നമുക്ക് സിൽക്കി ഒരു തിളക്കമൊന്നും വിചാരിക്കരുത് കേട്ടോ, സാധാരണ കോട്ടൻ്റെ ലുക്കാണ്. പക്ഷേ ഇത് അടിപൊളിയായിട്ട് നമുക്ക് മൊഡാലിൻ്റെ ആ ഒരു നമുക്ക് തയ്ച്ചിടുമ്പോഴത്തേനും മൊത്തത്തിൽ കാണുമ്പോൾ മൊഡാൽ പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്തും ഇതുപോലെ ഒരു ആപ്ലിക് വർക്കും ഫുള്ളായിട്ട് കാന്ത ലൈനും ചെയ്തിട്ടുണ്ട്. ഡിസൈന് ചെറിയ വേരിയേഷൻ ഉണ്ട് കേട്ടോ, അകത്തെ ഡിസൈന് ചെറിയ ചെറിയ വേരിയേഷനിലാണ് എല്ലാം വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോട്ടം വരുന്നത് ദുപ്പട്ടയുടെ സെയിം കളർ തന്നെ, അതും കോട്ടൺ മെറ്റീരിയലാണ്. ഫുൾ വ്യൂവിൽ ഇങ്ങനെ വരും. നല്ല ലെങ്ത്ത് കിട്ടും കേട്ടോ, ഒരു 49 എബോ ലെങ്ത്ത് തയ്ക്കാൻ കിട്ടും. ഇതിൻ്റെ നമ്പർ വരുന്നത് M771, റേറ്റ് 1650.